നിങ്ങൾക്ക് കൈമാറി തന്നു. എന്താണ് കാര്യം? ഒത്തുതീർപ്പിന് വിധേയമാകാത്ത നിലപാടുകൾ. ദൈവബന്ധത്തിൽ നീ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ പിന്നെ എന്താണ്? ഒത്തുതീർപ്പിന് മകളുടെ ശമ്പളവും നമുക്ക് നാളെ നക്കാപ്പിച്ച 10 ദിവസം കിട്ടുന്ന വരുമാനം അടഞ്ഞു പോയെന്ന് കണ്ടു കഴിഞ്ഞാലും ദൈവമായിട്ട് റിലേഷനിൽ ഒത്തുതീർപ്പിന് വിധേയമാകാത്ത നിലപാടുകൾ, അതാണൊരു ബോധ്യമെന്ന് പറയണത്. അപ്പോൾ ദൈവം പിന്നെ നമ്മുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ ദൈവം നോക്കേണ്ടതാണ്, നോക്കാൻ ബാധ്യസ്ഥമായി തീരും. കാര്യം നമ്മൾ നിലപാടെടുത്തിരിക്കുകയാണ്. അപ്പോൾ റിസ്ക് എപ്പോഴും ദൈവത്തിൻ്റെ കയ്യിലായ സംഭവം. ഇനിയിപ്പോൾ ദൈവം കൈവിടാൻ കുഴപ്പമില്ല, എൻ്റെ മകളുടെ ശമ്പളം ഉണ്ടല്ലോ. നമ്മൾ പല ആൾക്കാരോടും ഒത്തുതീർക്കണമെന്ന് വെച്ചാൽ അവരുടെ സാമ്പത്തിക സ്രോതസ്സ് നോക്കിയിട്ടാണ് ഒത്തുതീർപ്പിന് തയ്യാറാണ്. അവരുടെ സാമ്പത്തിക സ്രോതസ്സ് നോക്കിയിട്ട് ഒത്തുതീർപ്പിന് തയ്യാറാണത്. ഏത് സമയത്ത് ഈ സാധനത്തെ കട്ട് ചെയ്യുമെന്ന് അവർക്ക് മനസ്സിലാക്കണം. നിങ്ങളെ സഹായിക്കുന്നവരും നിങ്ങളെ സന്ധിക്കുന്നവർക്കും നിങ്ങളുടെ നിലപാടിനെക്കുറിച്ച് ധാരണയുണ്ടാകണം. എന്താണ്? ദൈവത്തിൻ്റെ വഴികളിൽ നിന്നല്ലെങ്കിൽ ഈ സാധനം കട്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തെ എന്താ വെച്ചാൽ നമ്മുടെ ഉദ്ദേശം എന്താണ്? ദൈവത്തെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശം. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടുന്ന പോലെ തന്നെയാണ് ദൈവത്തെ പഠിപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്താ കാര്യം? നമ്മളുടെ നിലപാടിനെക്കുറിച്ച് ദൈവത്തിന് ധാരണ കൊടുക്കണം. എൻ്റെ നിലപാട് ഇതായിരിക്കും, സുവിശേഷ വിഹിതമായ ഞാൻ ആ നിലപാടെടുക്കത്തുള്ളൂ. അത്ര കൊലകൊമ്പനായാലും ശരി, എൻ്റെ നിലപാട് ഇതായിരിക്കും. എൻ്റെ കഴിവനുസരിച്ച് ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും. നമ്മുടെ കഴിവപ്പെടാത്ത കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് പറയണം, പറഞ്ഞ് എൻ്റെ ദൈവമേ, എൻ്റെ കഴിവനുസരിച്ച് എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നിന്നെ അതിലെ ഒന്നാം സ്ഥാനത്ത്. ഇവിടെയാണ് വിഷയം. പ്രൈമറി റെഫറൻസ് വരണം. ദൈവത്തിന് പ്രൈമറി റെഫറൻസ്. ഉടമ്പടി എന്ന് പറയുന്ന ഒരു ജീവിതമാണ്. അവിടെ കിട്ടേണ്ട രണ്ടാമത്തെ ബോധ്യം എന്ന് പറയുന്നത് പ്രൈമറി റെഫറൻസ് ദൈവത്തിന് വരണം. ഫസ്റ്റ് റെഫറൻസ്, നമ്മുടെ ഫസ്റ്റ് റെഫറൻസ് ദൈവത്തിന് വരണം. ഈശോ എപ്പോഴും പറയും, നിങ്ങൾ പ്രലോഭനം ഉണ്ടാവേണ്ടതാണ്, പക്ഷേ ഉണ്ടാവാതിരിക്കണം നല്ലത്. കർത്താവ് ആ കാര്യത്തിലൊരു അംബിഗ്യസ് ആണ്. ഇത് സിറ്റുവേഷനിലാണ് അങ്ങനെ പറയണത്. ടെംപ്റ്റേഷനെ കുറിച്ച് പറയണത് സിറ്റുവേഷനിലാണ്. എന്ന് വെച്ചാൽ പ്രലോഭനം ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഉണ്ടായാൽ നിങ്ങൾ വീണ് പോകുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ പ്രലോഭനം ഉണ്ടാവും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഈ ടെംപ്റ്റേഷൻ. ഇപ്പം പ്രൈമറി റെലംസിൽ പ്രാഥമികമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനമാണെങ്കിലും പ്രലോഭനം ഉണ്ടാവും. ഇതിനെതിരെ ഒരു പ്രലോഭനം ഉണ്ടാവാതിരിക്കുന്ന ഒരു സാഹചര്യം ഈശോ പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത സാഹചര്യം വരിക. ഇപ്പം നമ്മളെ ദൈവം തോൽപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോഴാണ് നമ്മൾ തോൽപ്പിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവും. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ചില ആൾക്കാരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ദൈവം മനഃപൂർവ്വം ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ആ ക്രിയേഷനിൽ ഇവർ ദൈവത്തിൽ നിന്ന് ഇപ്പം നിരക്കാത്ത തീരുമാനം എടുക്കാൻ സമ്മർദ്ദത്തിലാകും. അതിനാണ് പ്രലോഭനം ഉണ്ടാവുമെന്ന്, അതായത് പ്രലോഭനം ഉണ്ടാവാതിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞാൽ ഉണ്ടായ വീണ് പോകാൻ സാധ്യതയുണ്ട്. ഇതിനൊരു സേഫ് സോണുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ടൈം കഴിഞ്ഞാൽ നമ്മുടെ ഉപഗ്രഹങ്ങളൊക്കെ നമ്മൾ വിക്ഷേപിക്കത്തില്ലേ? അപ്പോൾ അതിൻ്റെ അറ്റ്മോസ്ഫിയർ കഴിഞ്ഞാൽ പിന്നെ അത് ലൈറ്റ് വെയിറ്റായിട്ടിരിക്കും. അതുവരെ നമ്മൾ റോക്കറ്റ് കത്തിച്ചുകൊണ്ടേ ഇരിക്കണം. ഓരോരോ തിന്മകളും പാപത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. ഇനി ഒരു ടൈം കഴിയുമ്പോൾ നല്ല പോരാട്ടക്കാരിയാണ് നീയെങ്കിൽ ദൈവം നിൻ്റെ സത്യസന്ധത കണക്കിലെടുത്തിട്ട് ഒരു ടൈം കഴിയുമ്പോൾ നിന്നെ ഇതിൽ നിന്ന് റിലീവ്ഡ് ആക്കും. അപ്പം നീ ലൈറ്റ് വെയിറ്റ് ആകും. അപ്പം നിനക്ക് ഇഷ്യൂ നിൻ്റെ മുമ്പിൽ കൊണ്ടുവരത്തില്ല. കാര്യം കൊണ്ടുവരാതെ നീ സേഫ് സോണിൽ കൊണ്ടുപോകും. ഇതിനകത്ത് ആധ്യാത്മിക ജീവിതത്തിൽ ഒരു സേഫ് സോണുണ്ട്. അതാണ് ഈശോ പറയണത്. ഉണ്ടാവാതിരിക്കുന്ന നല്ലതെന്ന് പറയണത് ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ. അപ്പം നിനക്ക് കുമ്പസാരിക്കാൻ വരുമ്പോൾ നിനക്ക് പ്രത്യേകിച്ച് പാപങ്ങളൊന്നും കാണത്തില്ല. എന്താ കാര്യം? നിൻ്റെ ദൈവം ആ മേഖലയിൽ ടെസ്റ്റിംഗ് ടൈം കഴിഞ്ഞു. നിൻ്റെ
ഇനി ടെസ്റ്റിംഗ് ടൈം പലപ്പോഴും ടെസ്റ്റിങ് ഈ ടെസ്റ്റ് മസ്റ്റാണ്. അതായത് എപ്പോഴും അധ്യായ വളർച്ചയ്ക്ക് എപ്പോഴും ടെസ്റ്റ് തരും. മിക്കവാറും ഈ പ്രൈമറി സ്കൂളിൽ വെച്ച് തന്നെ ആൾക്കാർ തോറ്റിട്ട് പഠനം നിർത്തുകയാണ് പതിവ്. അങ്ങനെയാണ്. 90 ആൾക്കാരുണ്ടെങ്കിൽ തന്നെ ആദ്യത്തെ കാലത്ത് തന്നെ കാര്യം ഇവൻ ആൾ ബേസിക്കായിട്ട് ശരിയല്ല, ലോകത്താനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യും. ഒരു തരത്തിൽ പിന്നെ അതായത് ഗ്രാവിറ്റിയുള്ള ടെസ്റ്റ് നൽകിയിട്ട് ഇയാളെ പൂർണ്ണമായിട്ട് ഔട്ടായി കളയും. പിന്നെ ഇയാളുമായിട്ട് കമ്പനീസ് ഇല്ല. ദൈവമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നിരന്തര അനുതാപത്തിൻ്റെ ഒരു മേഖലയിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അനുതാപം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഉടമ്പടിയിൽ കിട്ടേണ്ട മൂന്നാമത്തെ ബോധ്യം എന്ന് പറഞ്ഞത് നിരന്തര അനുതാപമാണ്. നിരന്തര അനുതാപം എന്നല്ല, നിരന്തര അനുതാപം. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ധ്യാനം കൂടി അപ്പോഴൊന്ന് അനുദപിച്ചു, കുറച്ച് മോങ്ങി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചു, അങ്ങനെ പിന്നെ കുറച്ച് നാൾ ഇങ്ങനെ നല്ല വെള്ളം ചപഞ്ഞ് നടന്നു, നിലച്ചായത്ത് വീഴുന്ന കുറുക്കനെ പോലെ നടന്നു. മഴ പെയ്യുമ്പോൾ പിന്നെ പെയിൻ്റ് എല്ലാം പോയി പഴയ കുറുക്കനായി. അങ്ങനെയല്ലേ ധ്യാനങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ജീവികളെ കണ്ടാൽ മനസ്സിലാവും. ആദ്യം ഒരു ധ്യാനം കൂടി നല്ല നിലച്ചായത്തിൽ പെയിൻറ്റ് വീണ പോലെ നല്ല കുറുക്കനായി. അപ്പോൾ ആൾക്കാരെ കാണുമ്പോൾ ശ്രുതി പറയും ബ്രദറാണ് സിസ്റ്ററാണെന്നൊക്കെ ശ്രുതി പറയും. കൃഷ്ണനാണെന്നൊക്കെ പണ്ട് കൃഷ്ണനാണെന്നൊക്കെ ധരിച്ചുള്ള കഥയില്ല പഞ്ചതന്ത്രത്തല്ല. പക്ഷെ മഴ പെയ്ത് കഴിയുമ്പോൾ ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ പെയിൻറ്റ് പോകും. എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ദിവസം ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രദർ അടിപൊളി പ്രസംഗം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് അതിൻ്റെ പ്രസംഗത്തിൻ്റെ കൂലിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പുള്ളി പോയി. ആശ്രയിച്ചു, അച്ഛാ ഒന്ന് ബ്ലെസ് ചെയ്യണം, ഞാനൊരു കാര്യത്തിന് പോവുകയാണ്. അപ്പോൾ ഞാനോർത്ത് വല്ലയിടത്തും പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അല്ല, പിന്നീട് അറിഞ്ഞത് പുള്ളിയുടെ മകളെ കെട്ടിച്ചിട്ട് വീട്ടിൽ ഭയങ്കര പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ കാശ് മുഴുവൻ കൊടുത്തിട്ടില്ല. ഈ ബ്രദർ കൊടുത്തിട്ടില്ല. കൊടുക്കാതിരുന്നതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചുകൊണ്ട് തന്നെ പൈസ പറഞ്ഞ് ചേർത്ത ഷെയർ എല്ലാം കൊടുക്കാതെ വിടുന്നതിൻ്റെ ഉദ്ദേശം ഇവിടെ ഉള്ളിലൊരു രഹസ്യ അജണ്ട ഉണ്ട്. കാര്യം കുറച്ച് കഴിയുമ്പോൾ ഇവൾ പ്രസവിക്കാൻ വേണ്ടി വരുമ്പോൾ അപ്പോൾ കാശ് വേണ്ടേ. അപ്പോൾ അവൾക്ക് കൊടുക്കാനുള്ള കാശ് പ്രസവരക്ഷയും കൊച്ചിൻ്റെ ജ്ഞാനസ്ഥാനവും എല്ലാം കൂടി എടുത്തിട്ട് മുടക്കാൻ വേണ്ടി അവർ സാമ്പത്തികമായ കളിയാണ് ശരിക്കും പറഞ്ഞാൽ. എന്നാലും പിന്നെ ബാക്കി പൈസ കൊടുക്കാറുണ്ട്. അപ്പം മുറുമുറുപ്പ് ഇടയ്ക്ക് കെട്ടിച്ച് വിട്ട വീട്ടിൽ എപ്പോഴും മുറുമുറുപ്പുണ്ടാവും. ബദറാണ് അച്ഛൻ അതൊരു കാര്യമൊന്നുമില്ല. പാപത്തിൻ്റെ സാഹചര്യങ്ങളെ ഇവർ ആധ്യാത്മ ജീവിതം ഒന്ന്, പ്രായോഗിക അനുദിന ജീവിതം വേറെ രണ്ടായിട്ട് വരും. അങ്ങനെ അത് നിങ്ങൾ ഉടമ്പടിക്കാർ ശ്രദ്ധിക്കണം. ഈ കയ്യാങ്കളികളെല്ലാം ദൈവം വളരെ കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ എന്താണ് പൈസ സ്ത്രീധനം കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഇഷ്യൂ ഉണ്ട്. അവിടെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഇയാളുടെ ഉദ്ദേശം എന്താണ്? കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പ്രസവിച്ച് കഴിയുമ്പോൾ നാട്ടുകാരുടെ മുമ്പിൽ പ്രസവിച്ച് കൊച്ചിനെ കെട്ടിച്ചില്ലെന്ന് ചോദിച്ചാൽ വായടച്ച് കെട്ടിച്ച് അവൾ പ്രസവിച്ച് തീർന്ന്. അപ്പോൾ അപ്പനും അമ്മയും കൂടി തന്ത്രപൂർവ്വം മകളെ കെട്ടിക്കുകയും ചെയ്യും, മകളെ പ്രസവിപ്പിക്കുകയും ചെയ്യും, നാട്ടുകാരുടെ മുമ്പിൽ നല്ല പിള്ള ചവയും ചെയ്യും. എന്നിട്ട് പൈസ മൊത്തം അവിടെ കൊടുത്തിട്ടില്ല. അത് കാരണം അവിടുന്ന് ഇഷ്യൂ എന്തിനാണ് കൊടുക്കാത്തതിൻ്റെ കാരണം എന്താണ്? ഇന്നലെ നാളെ ഇടിയുണ്ടാക്കി അവളെ ഇവിടെ തള്ളി പുറത്താക്കുമെന്നറിയാം. തള്ളി പുറത്താക്കാനാണ് അവർ ആഗ്രഹിക്കണത്. എന്തിനാണ്? ഇവിടെ കൊണ്ടുവന്ന് എടുത്തിട്ട് വേല എടുപ്പിച്ച് തിന്നണം. അതാ പ്രശ്നം. അപ്പോൾ ഈ ആൾക്കാർ ഉടമ്പടി എടുത്തുള്ള അവസ്ഥ എന്തായിരിക്കും? ഇത് ഒറ്റടക്കം പോകുന്നില്ല. ഞാനുള്ള കാര്യം പറയുകയാണ്. അപ്പം മനസ്സിൽ എന്താണ്? അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു. ഉടമ്പടി അഡ്രസ്സ് ചെയ്യണ പാപത്തെ അല്ല, ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത് അനുതാപത്തെയാണ്. അനുതാപം ബേസിക്കായിട്ട് അനുദിന അപ്പവും നിത്യജീവനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അനുതാപം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഭൂമിയിൽ അനുതപിച്ച് ദൈവത്തിന് എന്ത് കിട്ടാനാണ്? അനുതാപത്തിന് എപ്പോഴും ഒരു ഇറ്റേണൽ ലൈഫായിട്ടൊരു കണക്ഷനുണ്ട്. അനുതാപം ആവശ്യമുള്ള ആൾക്കാരെക്കുറിച്ച് എന്തിനാണ് ഈശോ അങ്ങനെ പറയണത്? അപ്പോൾ എന്തിനാണ് അനുദപിക്കണത്? ശരിക്കും പറഞ്ഞാൽ അനുദപിക്കണത് നിത്യജീവനിലേക്കുള്ള യാത്രയുടെ ഒരു പ്രീ റെക്വിസിറ്റായിട്ടാണ് റിപ്പൻഡൻസ് വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിത്യജീവനിലേക്കുള്ള ദൈവത്തിലേക്കുള്ള യാത്രയുടെ ഒരു മുൻ ആവശ്യമായിട്ടാണ് അനുതാപം. അല്ല നിങ്ങൾക്ക് IELTS പാസ്സാകാനല്ല അനുതാപം. ഇവിടെ പല ആൾക്കാരും അനുദപിക്കുന്നുണ്ടേ.
അപ്പോൾ അത് പാകിസ്ഥാൻ്റെ വെടിനിർത്തൽ പോലെ ആകുമെന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ തൽക്കാലം ഒരു സംഭവം വീട് വെച്ചു, അനുതാപം തീർന്നു, പിന്നെ പഴയ പണ്ടാരമായി മാറും. ആ വീട്ടിൽ ഒരുമാതിരിപ്പെട്ട ആരും കിടത്തി പുറപ്പിക്കത്തില്ല. പണ്ട് വിരുന്നുകാരെങ്കിലും വരുമായിരുന്നു. വീട്ടുകാർ ചിലപ്പോൾ അവരുടെ കുടുംബത്തിലുള്ളവർ തന്നെ ഇത്തിരി പൈസ കുറവ് ആൾക്കാരില്ലേ, പണ്ട് ഇവരെല്ലാം കൂടി ഒരുമിച്ച് നിന്നൊക്കെ ജീവിച്ചൊക്കെ ഒരുമിച്ച് മുറി കിടന്ന് ഉറങ്ങിയതാണ്. ഇപ്പോൾ ഇവർക്ക് കൊട്ടാരം പോലെ ഒരു 5-8 മുറി വീട് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴെന്താണ്, അവിടെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്ത് ഇപ്പം അതിനേക്കാൾ താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്നവർക്ക് ഇവർക്ക് പുച്ഛമാണ്. എന്നിട്ട് ഈ പണ്ടാര ഉടമ്പടിയാണെന്ന് പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞ് നടക്കുകയാണ്. ഇതാണ് പ്രശ്നം. ഈ നിലപാടത്തിലൊരു പ്രശ്നമുണ്ട്. നിങ്ങളിപ്പോൾ ഉടമ്പടി എടുത്തു, നിങ്ങൾക്ക് ഭവനം പഴിച്ചു, ആ ഭവനത്തിൽ പണ്ട് കയറ്റിയവരെ നിങ്ങളിപ്പോൾ കയറ്റണില്ല. ആ ഭവനത്തിൻ്റെ അപ്പൂപ്പൻ്റെ അവസ്ഥ എന്താണ്, ചാർത്തിലേക്ക് കൊണ്ടുപോയിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഉടുക്കത്തെ കൊടുക്കാനൊക്കെ ചെല്ലുമ്പോൾ ഞരങ്ങിയും മുളിയും ആ പാവപ്പെട്ടവൻ ചാർത്തിൽ കിടക്കണം കാണാം. അടുക്കള ഇപ്പുറത്ത്, ചാർത്ത് പുറകിൽ, അവിടെ കട്ടിൽ വിട്ട് അങ്ങനെ തൂറിയും മുള്ളിയും കിടക്കും, മണവുമായിരിക്കും. അച്ഛൻ വന്നെന്ന് കേൾക്കുമ്പോൾ ഈ അച്ഛൻ എന്താ ഇപ്പം കെട്ടിയെടുത്ത് കണ്ട് വരുന്നത്, വല്ല കാര്യമുണ്ട്, ഇയാൾക്ക് നന്നാകാൻ പോകണം, ഇപ്പം കുർബാന കൊടുത്തുമ്പോൾ കുത്തി വായി കയറ്റുമ്പോൾ ഇയാൾക്ക് എന്തൊക്കെ സംഭവിക്കാൻ പോകണം, ഇയാളെ കയ്യിൽ പെരുക്ക്. അപ്പോൾ ഇവൾ മരുമകളെ സംബന്ധിച്ച് മക്കളുടെ കാര്യത്തിൽ ഈ അപ്പനെ നോക്കത്തില്ല. അപ്പനെ നോക്കാതിരുന്നതിൽ അപ്പനെ കുളിപ്പിക്കത്ത് പോലും ഇല്ല. ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും വന്ന് കുളിപ്പിച്ച് അത്രയും നല്ലതാണെന്ന് പറഞ്ഞാൽ അവൾ നടക്കണത്. ഈ ഉടമ്പടിയുടെ പിന്നിലൊരു ആധ്യാത്മികതയുണ്ട്. ദൈവം ശോധന ചെയ്യുന്നൊരു ആധ്യാത്മികതയുണ്ട്, നിരീക്ഷിക്കുന്ന ആത്മീയത. അപ്പോൾ എന്തിനാണെന്നറിയാമോ, നിങ്ങൾക്ക് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ കവനൻറ്റ് റിലേഷൻസ്. നിങ്ങളുടെ ഉടമ്പടി റിലേഷൻസിൽ ഞാൻ നിങ്ങൾ വരെ വെടിക്കെട്ട് സാക്ഷ്യം പറയും, ഞാൻ പക്ഷേ സാറ്റിസ്ഫൈഡ് അല്ല. കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞാൽ പക്ക അതായത് നിങ്ങൾക്കറിയാമല്ലോ, ആറ്റം ബോംബ് ഹിരോഷിമയിൽ ഇട്ട സാധനം കൊണ്ട് തന്നെയാണ്, ആ അറ്റോമിക് പവർ കൊണ്ട് തന്നെയാണ് നമ്മൾ കപ്പൽ ഓടിക്കുന്നത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അറ്റോമിക് എനർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജിയാണ്, ആൾ നശിപ്പിക്കാനും പറ്റും, അതേസമയം തന്നെ വികസനത്തിന് ഉപയോഗിക്കാൻ പറ്റിയ സംഭവമാണ്. അപ്പോൾ ഇതേ സമയം തന്നെ ഉടമ്പടി എന്ന് പറയുന്ന സംഭവം അനാദികാലം മുതലേ നിലനിൽക്കുന്ന ഒരു യുണീക്ക് ഫോർമാറ്റാണ്. അപ്പം അതിലേക്ക് വരുമ്പോൾ മനസ്സും ശരീരവും തേച്ച് കഴുകി വൃത്തിയായി ദൈവവുമായിട്ട് ഞാനൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്. എന്നിട്ട് ഇതൊരു ഉടമ്പടി എന്ന് പറയുന്നത് ഒരു തീരാത്ത ബോധമാണ് എല്ലാ ദിവസവും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉടമ്പടിക്ക് ആശീർവാദം തരണത് 20 രൂപ വരെയാണ് ആ ഉടമ്പടിക്ക് ആശീർവാദത്തിന്. വീണ്ടും നിങ്ങൾക്ക് പുതുക്കുമ്പോൾ ഞങ്ങൾക്ക് ആശീർവാദം ഫ്രീ ആയിട്ട് തരണത്. എന്താ കാര്യം, അതിന് വിലമതിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ ഉടമ്പടിക്ക് ആശീർവാദം ഉപയോഗിക്കുന്നവർക്കറിയാം അതിൻ്റെ അകത്തൊരു സത്യസന്ധമായ ഒരു ഉടമ്പടി ആളാണ് അതിൻ്റെ അകത്ത് വിശ്വപ്രമാണം ചെയ്ത് അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യും. അത്രയും വലിയ സംഭവമാണ്. അതുകൊണ്ടാണ് പണ്ടൊക്കെ ഞങ്ങൾ പറയും നിങ്ങൾ ചെപ്പിലിട്ട് സൂക്ഷിക്കണേ. അപ്പോൾ ചിലർ കഴുത്തേക്ക് കെട്ടിക്കൊണ്ട് നടക്കുമ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ ഈ കഴുത്തേക്ക് കെട്ടിക്കൊണ്ട് നടക്കണേ എന്തിനാണെന്ന്. അപ്പോൾ അപ്പനോട് ചോദിക്കുമ്പോൾ അപ്പം പറയും അച്ഛാ എനിക്ക് ഹാർട്ടിൻ്റെ അസുഖമാണ്. അപ്പോൾ ഉടമ്പടിക്ക് ആശീർവാദം എൻ്റെ നെഞ്ചത്ത് കിടക്കുമല്ലോ, ഞാൻ ഓക്കെ അത് ധരിച്ച് ഓക്കെ എന്നൊക്കെ പറയാൻ കറക്റ്റാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും രക്ഷപ്പെടുത്തുന്നത്. പക്ഷേ എന്നാലും ഇത് നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ തിരിച്ചറിയത്തില്ല. നിങ്ങളുടെ കയ്യിൽ തന്നെ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളത് റീഫണ്ട് ചെയ്യും, പുതിയത് തരും. എന്താ കാര്യം, ഉടമ്പടി റിലേഷനാണ്, നിത്യബോധമാണത്. ഉടമ്പടി ദൈവവുമായിട്ട് നിങ്ങളുടെ അടുത്ത ഉടമ്പടിയിൽ നിത്യബോധമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങളെ, ഈ ഉടമ്പടിയുടെ ഇത്രയും നാളുള്ള സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കണം. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഇന്നലെ ബീന വിജയൻ ഒരു സാക്ഷ്യം പറഞ്ഞു. ബീന വിജയൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ടതാണ്. അത് നമ്മളത് ഇന്ന് അപ്പ് ചെയ്യും. ബീന വിജയൻ എന്താണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന വിഷയം എന്ന് പറയുന്നത്, ബീന വിജയൻ ബേസിക്കലി നേഴ്സാണ്. അവർ നേഴ്സാണ്. പക്ഷെ ഇപ്പോൾ കല്യാണം കഴിച്ചു, 2 കുഞ്ഞുങ്ങളൊക്കെ ആയി. ഭർത്താവെന്ന് പറയണത് നേഴ്സായിരുന്നു, അവർ കല്യാണം കഴിച്ചു. പക്ഷേ ഇവരെ ജോലിക്ക് വിടത്തില്ല ഭർത്താവ്. അതാണ് അവരുടെ പ്രശ്നം. പോരെ, പിന്നെ വിജയനെ ജോലിക്ക് വിടത്തില്ല. ജോലിക്ക് വിടാത്തതിൻ്റെ കാരണം ഭർത്താവ് പറയണത് ഞാൻ ജോലി എടുക്കുന്നുണ്ടല്ലോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നമ്മുടെ 2 കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ, അപ്പോൾ അത് നീയല്ലേ വളർത്തേണ്ടത്, അപ്പം നിനക്ക് ജോലിക്ക് പോകാം, ടീച്ചിങ് പോസ്റ്റ് ആണെങ്കിൽ ഓക്കെ. നൈറ്റ് ഡ്യൂട്ടിക്കും അല്ലാത്ത ഡ്യൂട്ടിക്കൊക്കെ പോയാൽ ഈ കുഞ്ഞുങ്ങളെ ആര് വളർത്തും? അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ എത്ര കാശ് മുടക്കിയാലും കുഞ്ഞുങ്ങൾ അന്തോന്നുങ്ങളായി പോയാൽ ആര് സമാധാനം പറയും?
അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയി കുഞ്ഞുങ്ങളെ നിന്നെ നോക്കിക്കൊള്ളാം, നീ കുഞ്ഞുങ്ങളെ വളർത്തുക, അതാണ് നമ്മുടെ നിധി എന്ന് പറയും. ബീന വിജയനോട് പറയും. ടീച്ചിങ് പോസ്റ്റ് ആരെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, നിനക്കിപ്പോൾ 9 മണിക്ക് പോയാൽ മതിയല്ല, വൈകുന്നേരം 5 മണിക്ക് വരാം, മക്കൾ പള്ളിക്കൂടത്തിൽ നിന്ന് വരുമ്പോൾ നിനക്കും വരാം, മക്കൾ പോകുമ്പോൾ നിനക്കും പോകാം, ഞാനും എൻ്റെ ജോലിക്ക് പോകും. അപ്പം അങ്ങനെ പക്ഷേ നേഴ്സിന് അങ്ങനെ പറ്റുമോ? ഇവർ അധ്യാപകയല്ലല്ലോ. അപ്പോൾ ഇവളെന്ത് ചെയ്യും? ഇവൾ വിഷമത്തിലാവും. ഇവളെ വന്നേച്ച് ഇവൾ ഈ ഉടമ്പടി സാക്ഷ്യങ്ങളെല്ലാം കേട്ടെന്ന് പറഞ്ഞ് ദൈവമേ ഞാൻ കൃപാസനത്തിൽ പോകാം, അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും. അതാണ് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ബോധ്യം എന്ന് പറയുന്നത്. അത് ബോധ്യമാണ്. കുറേ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, ഉടമ്പടി ബോധ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉടമ്പടി ധ്യാനങ്ങൾ കൂടുക. രണ്ടാമത്തത് എന്താണ്? ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുക. അപ്പോൾ രണ്ടാമത്തത് ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുന്നതാണ്. അപ്പോൾ സാക്ഷ്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബീന വിജയന് തോന്നിയത് എന്താണ്? എൻ്റെ അവസ്ഥ ഒരു പോക്കീസാണ്. കാര്യം നേഴ്സാണ്, ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അധ്യാപികയാണെങ്കിൽ മാത്രമേ ഭർത്താവ് ജോലിക്ക് വിടത്തുള്ളൂ. നേഴ്സിനെ ആരാണ് അധ്യാപികയായിട്ട്? ഇതൊക്കെ നടക്കാത്ത കാര്യമാണ്. എന്നാലും ഉടമ്പടി ചെല്ലുമ്പോൾ ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ടിട്ട് അവർക്കൊരു ബോധ്യം കിട്ടി. എന്താണ്? അമ്മ എന്തെങ്കിലും ഒരു പഴുതുണ്ടാക്കുമെന്നാണ്. അതാണ് അറിവ്, അതാണ് ബോധ്യം എന്ന് പറയുന്നത്. ഞാൻ ചെന്ന് അമ്മയോട് പറയാം എൻ്റെ അവസ്ഥ. 2 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ 18-9 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് ഇതുവരെ ഒരു കാര്യം പറ്റിയിട്ടില്ല. ഇനി അമ്മയടുത്ത് ചെന്ന് പറയാം. അമ്മയടുത്ത് ചെന്ന് പറഞ്ഞു, അമ്മേ ഉടമ്പടി എടുത്ത് പറഞ്ഞു, അമ്മേ എൻ്റെ അവസ്ഥ ഇതാണ്, എനിക്ക് രാവിലെ കുഞ്ഞുങ്ങളുടെ കൂടെ പോകണം, എന്നിട്ട് തിരിച്ച് കുഞ്ഞുങ്ങളുടെ കൂടെ വരണം, പക്ഷേ എനിക്ക് നേഴ്സിംഗ് ആണ് എൻ്റെ പോസ്റ്റ്, എനിക്ക് അതിന് പറ്റിയ ഒരു ജോലി തന്നെ എന്ന് പറയും. അപ്പോൾ എന്നാ ചെയ്തതെന്നറിയാമോ? ഇവളുടെ ഒരു സത്യാവസ്ഥയും അവൾ ആ ഉടമ്പടിയിലേക്ക് അനുവർത്തിച്ചിരിക്കുന്ന നിലപാടുകളും സമീപനങ്ങളൊക്കെ എല്ലാം അമ്മയ്ക്ക് ഭയങ്കര പ്രിയങ്കരമായ ഒരു ചാനലിലൂടെയാണ് ഇവിടെ മൂവ് ചെയ്യണത്. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം ഉടമ്പടി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇതാണ്, എപ്പോഴും ഉടമ്പടി പുതുക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാര്യം ഉടമ്പടി ഇന്നലെ ഉടമ്പടി പുതുക്കിയിരിക്കുന്നത് 1100 പേരാണ് അടുത്ത് ഇന്നലെ ഉടമ്പടി പുതുക്കിയിരിക്കുന്നത്. പക്ഷേ പുതുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, പുതുക്കി കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പും ഉടമ്പടി എടുത്ത ശേഷവും നിങ്ങൾക്കുണ്ടായ മാറ്റം, നിങ്ങൾ ആരാണ്? നിങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുള്ള ആൾ തന്നെയാണ് ഇപ്പോഴെങ്കിൽ നിങ്ങൾ പുതുക്കിയിട്ടില്ല. ഈ പേപ്പർ 10-30 പേപ്പർ മേടിച്ചെന്നല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ. ഉടമ്പടിക്ക് മുമ്പ് എങ്ങനെയായിരുന്നു നിങ്ങൾ? ഉടമ്പടിക്ക് ശേഷം എന്താണ്? തമ്മിൽ നോക്കണം വ്യത്യാസം. ദൈവം അസസ് ചെയ്യണ ഒരു വ്യൂ പോയിൻ്റാണ് ഞാൻ പറയണത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉടമ്പടി ലാഗാകണത്? ലാഗാകേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ബീനയുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ബീന ചോദിച്ചിരിക്കുന്നത് ഒരു പ്രാന്തൻ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അവൾക്ക് കരകയും ചെയ്യണം, കിറിയും നന്നാകണം. ഇതെങ്ങനെ നടക്കണം പരിപാടി? അതൊക്കെ കരയണം, ഭാവിട്ട് കരയണം, പക്ഷേ കിറി നന്നായിട്ടിരിക്കണം. നമ്മുടെ ഈ ആൾക്കാരൊക്കെ ബ്യൂട്ടി പാർലറിൽ വരികയില്ല, അതുപോലെ ഇരിക്കണം. കരകയും ചെയ്യണം, പാക്കേജ് ഒന്നും പോകുകയും ചെയ്യരുത്, പണിയാണ്. ഇതുപോലെയാണ് ബീനയുടെ അവസ്ഥ. അവൾക്ക് ജോലിയും കിട്ടണം, നേഴ്സിൻ്റെ ജോലിയും ചെയ്യണം, എന്നാൽ വീട്ടിൽ വരികയും ചെയ്യണം. പല ആൾക്കാർ പക്ഷേ അവളുടെ അവസ്ഥ അതായത് കാരണം മാതാവ് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ഉടനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇവളുടെ ഉടമ്പടി ജെന്യുവിനായത് കാരണം ഇവളുടെ ഉടമ്പടി അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് മറിയാൻ സൈൻ ചെയ്യും. നിങ്ങൾക്കറിയാമല്ലോ, അമ്മ പച്ച മഷിക്ക് ഒരു കോറിക്കഴിഞ്ഞാൽ പിന്നെ ഓവർ റൈറ്റിംഗ് ഒന്നും ഇല്ല അതിൻ്റെ അകത്ത്. ഈശോ പിന്നെ ഇടയ്ക്ക് കയറി അത് റൈറ്റ് ചെയ്യത്തില്ല. അമ്മ കോറി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ, അപ്പോൾ ഈ കാനായിലെ കല്യാണത്തിൽ അങ്ങനെയാണല്ല, അവൻ പറയുക ചെയ്യാൻ പറഞ്ഞ് കോരി ഇട്ടിരിക്കുകയാണ്, പിന്നെ അവിടെ റീറൈറ്റിംഗ് ഒന്നും ഇല്ല. അത് നേരെ അങ്ങോട്ട് പാസ്സായി പോകുകയുള്ളൂ. കാര്യം അമ്മയുടെ ഒരു ബലം അതാണ്, ഒരു മരിയൻ ബലമെന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ബീനയുടെ വിഷയത്തിൽ അമ്മ ഒരു പോസ്റ്റ് അവരുടെ സ്കൂളിൽ തന്നെ, അടുത്തുള്ളൊരു സ്കൂളിൽ, ഒരു വലിയ പുരാതനമായ സ്കൂളിൽ തന്നെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഉടനെ എൻ്റെ അമ്മ ആ സാക്ഷ്യത കേൾക്കണം. ഒരു പോസ്റ്റ് ഇവയ്ക്ക് വേണ്ടി മാത്രം ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. എന്തിൻ്റെ പോസ്റ്റാണ്? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നേഴ്സിംഗ് പോസ്റ്റ്. എങ്ങനെ പരിപാടി ഉണ്ടെന്നൊക്കെ? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ മാത്സിൻ്റെ പോസ്റ്റല്ലേ, കെമിസ്ട്രിയുടെ പോസ്റ്റല്ലേ, നേഴ്സിംഗ് പോസ്റ്റ്. എന്നുവെച്ചാൽ രാവിലെ പോയാൽ മതി, വൈകുന്നേരം വരാൻ പറ്റും. എന്നിട്ട് ഇൻ്റർവ്യൂ, എന്നിട്ട് ഒരു കൂട്ടുകാരി മുഖേന
ഇവർക്ക് ഇൻറ്റിമേഷൻ കിട്ടും, ഇന്ന സ്കൂളിൽ ഒരു നേഴ്സിംഗ് പോസ്റ്റ് ഹെൽത്ത് കെയർ എന്നും പറഞ്ഞ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിനുടനെ ഇവൾ ഭർത്താവും ഭാര്യയും കൂടി ഇൻ്റർവ്യൂവിന് പോകും. ഇൻ്റർവ്യൂ പോകുമ്പോൾ അവിടുത്തെ കന്യാസിമാരൊക്കെ വലിയ സ്കൂളാണ്, ഇങ്ങനെ താടി കൈകൊണ്ടിരിക്കുന്നത്, എന്ത് പോസ്റ്റ് ഇതെങ്ങനെ ഇന്ന് ഈ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഒരു പോസ്റ്റില്ല. എന്താ കാര്യം? ഇംഗ്ലീഷ് സ്കൂളിൽ നേഴ്സിംഗ് പോസ്റ്റ്, ആശുപത്രിയിലല്ലേ നേഴ്സിംഗ് പോസ്റ്റ്. എന്നിട്ട് ഇവൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, അവൾക്ക് അവിടെ ജോലി കിട്ടും. എന്താ പരിപാടി? കുഞ്ഞുങ്ങളുടെ ഹെൽത്ത് കെയർ. എന്നിട്ട് ആ ജോലി എന്താ ചെയ്യണം? അവൾ പറയണേ, ഇപ്പം ഞാൻ ആ സ്കൂളിലേക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെയാണ് ഓട്ടോറിക്ഷയിൽ പോണത്. അധ്യാപികയായിട്ട് പോകുകയല്ല, നേഴ്സിംഗ് ജോലി ചെയ്യാൻ സ്കൂളിൽ പോവുകയാണ്. ഇവരെന്താണ് ഉടമ്പടി പറഞ്ഞത് അണുവിട തെറ്റാതെ കൃത്രിമമായിട്ട് ഒരു സ്കൂളിൽ ഒരു സ്പേസ്, ഒരു പോസ്റ്റ് സൃഷ്ടിച്ചിട്ട് അവിടെ തന്നെ ഇവളെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ ആ കുഞ്ഞുമായിട്ട് അവർ സ്കൂളിൽ നിന്ന് വരും. ഇതാണ് സാക്ഷ്യം. ഇതാണ് ഉടമ്പടി റേഞ്ച് എന്ന് പറയണത്. നിനക്ക് വേണ്ടി മാത്രം. അത് എന്നുവെച്ചാൽ ദൈവത്തിന് പണ്ട് മുതലേ ഉള്ള ഒരു നിലപാടാണത്. നീ ഉത്തമയാണെന്ന് കണ്ടാൽ നിനക്ക് വേണ്ടി ജനതകളെ. യെശയ്യാ 43:4 നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു.